എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വളരെ ചെറിയൊരു വിഭവമാണ് കേട്ടോ. നമ്മൾ സദ്യക്കെല്ലാം വിളമ്പുന്ന ഒരു ഐറ്റമാണ് പച്ചടി. നമ്മൾ പലതരം പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ. കൈപ്പക്ക പച്ചടി, കക്കിരിക്ക, പഴുത്ത മാങ്ങ, അങ്ങനെ പലതരത്തിൽ, കുമ്പളങ്ങ, അങ്ങനെ പറയാൻ പറ്റാത്തതായിട്ടല്ല കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് പക്ഷേ ഇതൊന്നും അല്ല ഉണ്ടാക്കുന്നത്. വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. മൈസൂർ പൂവിൻ്റെ പഴം വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം കേട്ടപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതൊരു ചേച്ചിയാണ്, ഞങ്ങളുടെ ഒരു കസിൻ തന്നെയാണ്. അപ്പം ആ ചേച്ചി വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് അത്രേ. അപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു, കാരണം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. മൈസൂർ പൂവിൻ്റെ പഴം നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ്, എന്നാലും ഒരുപാട് അങ്ങനെ കഴിക്കാനൊന്നും എനിക്ക് വലിയ താല്പര്യമല്ല കേട്ടോ. ഇത്തിരി പുളിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇത് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര എന്താ പറയുക, ഇത് ഇങ്ങനെ ഉണ്ടാക്കുമോയെന്ന് അതിശയമായിരുന്നു. ഉണ്ടാക്കി നോക്കൂ, നല്ല സ്വാദാണെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഇന്നത് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു വിഭവമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. അതുപോലെ ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം, നമുക്കതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കാണാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുള്ളത്: മൈസൂർ പൂവിൻ്റെ പഴം. ഇതിൽ ഞാൻ 2 എടുക്കുള്ളൂ കേട്ടോ. ഞാൻ 4 എടുത്തുവെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു കൊല പോലെ കിട്ടിയത് കൊണ്ട് 2 മൈസൂർ പൂവിൻ്റെ പഴം. ഇത് തേങ്ങ അരയ്ക്കാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് പച്ചടിക്ക്. മുളക്, ചുമന്ന മുളക്, അതായത് എരിവുള്ള മുളക്, ഞാനൊരു 4 വറുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ, എണ്ണയിൽ, വെളിച്ചെണ്ണയിൽ. അതേപോലെ തേങ്ങയും മുളകും കടുകും കൂടെ നമ്മൾ തൈരിലാണ് അരയ്ക്കണത്. കാണുന്നുണ്ടോ? തൈര്. അത് നമ്മളെ പുളിക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോരുത്തരും എടുക്കാം. വലിയ പുളിയൊന്നും ആവശ്യമില്ല. അപ്പം പാകത്തിന് നോക്കിയെടുത്താൽ മതി. പിന്നെ ഇത് വറുത്തിടേണ്ടതാണ്. കടുകും മുളകും കറിവേപ്പിലയും വറുത്തിടാനുള്ളതാണ്. അപ്പം ഇതൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം. മുറിച്ച് ഒന്ന് ജസ്റ്റ് ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പം നമുക്കതൊന്ന് ചെയ്യാം. ഇതിങ്ങനെ ചെറുങ്ങനെ മുറിച്ച് നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാനുണ്ട്. കാണിച്ചു തരാം. നമ്മൾ നേരത്തെ ഉപ്പ് കാണിച്ചില്ലല്ലോ, ഉപ്പിടണം കേട്ടോ. ഉപ്പ് പാകത്തിന് ഇട്ടിട്ട് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ മതി. ഇതപ്പം നമ്മളിവിടെ പാകത്തിന് ഉടച്ചെടുത്തിട്ടുണ്ട്. ചേച്ചി നല്ലോണം ഉടച്ചോളാൻ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ ഒരുപാട് ഉടയ്ക്കണത് ഇവിടെ വലിയ താല്പര്യമില്ല. പഴമാണെന്ന് അറിയണ്ടേ, അതുകൊണ്ട് പിന്നെ ഞാൻ ഒരുപാട് ഉടച്ചില്ല. കുറച്ച് ഉടച്ചിട്ടുണ്ട്. അപ്പം പഴം ഇവിടെ മിക്സ് ചെയ്ത് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതാ മുളകും തേങ്ങയും കടുകും കൂടെ അരച്ചെടുത്ത് കൊണ്ടുവരാം, തൈരും കൂടെ ചേർത്തിട്ട്. അപ്പം നമ്മളിവിടെ തേങ്ങ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെരക്കിനുള്ള തേങ്ങ അരച്ചത് പഴത്തിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ കട്ടിയിലിരിക്കണം കേട്ടോ. ഇത് നമ്മളൊരു സൈഡായിട്ട് കൂട്ടുന്നതല്ലേ, അതായത് ഒഴിച്ചു കൂട്ടാനല്ല, കട്ടി വേണം. അപ്പോൾ ഇനി ഇതിൽ കടുകും മുളകും കറിവേപ്പില നമുക്ക് വറുത്തിടാം. അപ്പോഴേക്ക് നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ടാവും. പെരക്ക് അല്ലെങ്കിൽ പച്ചടി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വറക്കാം. അപ്പോൾ നമ്മൾ കടുകും മുളകും കറിവേപ്പിലയും എല്ലാം വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ് കേട്ടോ. ഇപ്പോൾ ടേസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ്. നല്ല സ്വാദുണ്ട്. അപ്പോൾ ചേച്ചിക്ക് ഒത്തിരി താങ്ക്സ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ. നല്ല സ്വാദ് തന്നെയാണ്. ഇതെന്താ കുഞ്ഞിപ്പഴം, അതായത് മൈസൂർ പൂവിൻ്റെ പഴം വെച്ച് സ്വാദ് ഉണ്ടാവുമോ എന്നൊക്കെ ചിന്തിക്കണ്ട, നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നെയ്പായസം ബൈ ചിമ്മു എന്ന് പറയുന്ന എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ കുഞ്ഞു വിഭവം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നാളെ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.